നമ്മൾ പഠിക്കാൻ പോകുന്നത് പി കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് എന്ന് പറയുന്ന നോവലിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം പി കേശവദേവിനെ കുറിച്ച് നോക്കാം. 1904 ജനനം, 1983 മരണം. ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ എഴുത്തിലൂടെ ആവിഷ്കരിച്ച കഥാകൃത്ത്. പറവൂരാണ് ജന്മസ്ഥലം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓടയിൽ നിന്ന്, അയൽക്കാർ, അധികാരം, ഭ്രാന്താലയം, ആദ്യത്തെ കഥ, ആർക്കുവേണ്ടി, വിൽപ്പനക്കാരൻ തുടങ്ങിയ നോവലുകളും, യമുന ഏകാഗ്രമായി ഒഴുകുന്നു, ഭാവി വരൻ തുടങ്ങിയ കഥാസമാഹാരങ്ങളും ആണ് പ്രധാന കൃതികൾ. എതിർപ്പ്, തിരിഞ്ഞുനോട്ടം എന്നീ ആത്മകഥകളും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് പാഠഭാഗത്തിലോട്ട് കടക്കാം. ഓടയിൽ നിന്ന്. സന്ധ്യാസമയം. പാത ജനനിബിഡമായിരുന്നു. പ്രഷർ കാറുകൾ, ബസ്സുകൾ, ജട്കാകൾ, കാളവണ്ടികൾ, റിക്ഷകൾ പുതുമയോടെ യുവത്വവും പഴമയുടെ വാർദ്ധക്യവും മുട്ടിയും തട്ടിയും പാഞ്ഞും ഇഴഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അവയുടെ ഇടയിൽ കൂടി ജീവിതം പുളച്ചു കയറിയും പതുങ്ങിപ്പതുങ്ങിയും ചാഞ്ഞും ചരിഞ്ഞും ചിരിച്ചും കരഞ്ഞും അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്താണ് സന്ധ്യാസമയം എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയം തന്നെയാണ്. അപ്പോൾ അവിടെ എന്താണ്, പാത ജനനിബിഡമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, വഴി ആൾക്കൂട്ടം ഉണ്ടായിരുന്നു, അതായത് തിരക്കുള്ളതായിരുന്നു, ജനങ്ങളുള്ളതായിരുന്നു. പ്രഷർ കാറുകൾ, ബസ്സുകൾ, ജട്കാകൾ, കാളവണ്ടികൾ, റിക്ഷകൾ പുതുമയുടെ യുവത്വവും പഴമയുടെ വാർദ്ധക്യവും മുട്ടിയും തട്ടിയും പാഞ്ഞും ഇഴഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഈ പറഞ്ഞതൊക്കെ വാഹനങ്ങളാണല്ലേ. പുതുമയുടെ യുവത്വവും പഴമയുടെ വാർദ്ധക്യം, അതായത് പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും ഒക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയും പാഞ്ഞും ഇഴഞ്ഞും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. അവയുടെ ഇടയിൽ കൂടി ജീവിതം പുളച്ചു കയറിയും പതുങ്ങിപ്പതുങ്ങിയും ചാഞ്ഞും ചരിഞ്ഞും ചിരിച്ചും കരഞ്ഞും അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടിയാണ് ജീവിതം എങ്ങനെയൊക്കെ പോയിരുന്നത് എന്നാണ് പറയുന്നത്. പുളച്ചു കയറിയും പതുങ്ങിപ്പതുങ്ങിയും ചാഞ്ഞും ചരിഞ്ഞും ചിരിച്ചും കരഞ്ഞും ഇങ്ങനെയൊക്കെ ഒഴുകിക്കൊണ്ടിരുന്നത് എന്താണ്, ജീവിതമാണ് അല്ലേ. അടുത്ത പാരഗ്രാഫ്. പപ്പുവിൻ്റെ റിക്ഷ പാന്തരുടെയും വാഹനങ്ങളുടെയും ഇടയിൽ കൂടി മിന്നൽ വേഗത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നായകൻ ആരാണ്, പപ്പു ആണ് അല്ലേ. പപ്പുവിൻ്റെ റിക്ഷയുടെ വണ്ടി ചിത്രം കണ്ടില്ല, അത് തന്നെയാണ് റിക്ഷ ഈ ആൾക്കാരുടെയും വാഹനങ്ങളുടെയും ഇടയിൽ കൂടി മിന്നൽ വേഗത്തിൽ പോകുന്നുണ്ട് അല്ലേ. വലത് കൈ ബെല്ലിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഏത് കൈ ബെല്ലിന് അടുക്കലായിട്ട് വെച്ചിട്ടുണ്ട്, വലത് കൈ. പക്ഷെ അത് ഉപയോഗിക്കുന്നുണ്ടോ, ഇല്ല. വാഹനങ്ങളിൽ നിന്നും പാന്തരിൽ നിന്നും ഒഴിഞ്ഞൊഴിഞ്ഞ് അയാൾ റിക്ഷയും കൊണ്ട് ഓടുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ ഈ ആൾക്കാരിൽ നിന്നും വാഹനങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് ഇയാൾ റിക്ഷയും കൊണ്ട് ഓടുന്നത് എന്താണ്, ഒരു അത്ഭുത കാഴ്ചയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. റിക്ഷയിൽ ഇരിക്കുന്നവർക്ക് തോന്നും വാഹനങ്ങളുമായി കൂട്ടിമുട്ടി അപകടമുണ്ടാവുമെന്ന് അല്ലേ. അപ്പോൾ ഇയാൾ പോകുന്ന പോക്ക് കണ്ട വണ്ടിയിലിരിക്കുന്നവർക്ക് തോന്നും എന്തോന്നാണ്, ഓഹോ ഇപ്പം ഇടിച്ചത് തന്നെ എന്നുള്ള വിചാരം വരും എന്നാണ് പറയുന്നത്. വഴിപോക്കർക്ക് തോന്നും റിക്ഷ അവരുടെ ശരീരത്ത് കയറുമെന്ന്. അപ്പോൾ ഈ നടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക് എന്ത് തോന്നും, ഇത് അവരുടെ പുറത്തോട്ടായിരിക്കും വരുന്നതെന്ന് അവരും വിചാരിക്കും. തൊട്ടു തൊട്ടില്ല എന്ന മട്ടാകുമ്പോൾ കാണാം പപ്പു അലക്ഷ്യമായ റിക്ഷ ഒന്ന് വെട്ടിച്ച് ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇവരെ ഇടിക്കാൻ വരുന്നു എന്നുള്ളൊരവസ്ഥ എത്തുമ്പോൾ എന്താണ്, പപ്പു ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അലക്ഷ്യമായിട്ട്, അതായത് വളരെ ശ്രദ്ധയില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ലക്ഷ്യമില്ലാത്ത രീതിയിൽ റിക്ഷ ഒന്ന് വെട്ടിച്ചിട്ട് ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് അങ്ങ് പോകും. പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവർക്ക് മാത്രമേ അവയെ തരണം ചെയ്യുവാൻ സാധ്യമാവുകയുള്ളൂ. പപ്പു പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവനാണ്. പ്രതിബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ അല്ലേ. അപ്പോൾ ആ തടസ്സങ്ങളെ ഭയപ്പെടാത്തവർക്ക് മാത്രമേ എന്താണ്, അവയെ തരണം ചെയ്യാൻ പറ്റൂ, അതായത് അതിനെ ഓവർകം ചെയ്യാൻ പറ്റൂ അല്ലേ. അപ്പോൾ അതുപോലെ പപ്പു പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവനാണ്. ആ സന്ധ്യാസമയത്ത് ബോട്ട് ജെട്ടിയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു യാത്രക്കാരനെയും കൊണ്ട് പപ്പു ഓടുകയായിരുന്നു. അപ്പോൾ യാത്രക്കാരൻ എവിടെ നിന്ന് കയറിയതാണിടെ, ബോട്ട് ജെട്ടിയിൽ നിന്നും എവിടെ പോകാൻ കയറിയതാണ്, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള യാത്രക്കാരനെയും കൊണ്ടാണ് ആരോടുന്നത്, പപ്പു ഓടുന്നത്. ട്രെയിൻ പ്ലാറ്റ്ഫോറത്തിൽ വന്നു നിന്നു കഴിഞ്ഞു. അവിടെ 5 മിനിറ്റേ താമസമുള്ളൂ. പപ്പു ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 3 മിനിറ്റ് നേരം ഓടേണ്ടി വരും. അപ്പോൾ പപ്പു എവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എത്ര മിനിറ്റ് വേണം എന്നാണ് പറയുന്നത്, 3 മിനിറ്റ് അല്ലേ. ട്രെയിനിൽ കയറ്റി കൊടുക്കാമെന്ന് അയാൾ യാത്രക്കാരനോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്.
എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിനിൽ കയറ്റി വിടുമെന്ന് ആര് വാഗ്ദാനം ചെയ്തിരുന്നു? പപ്പു യാത്രക്കാരനോട് വാഗ്ദാനം ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? സമയത്തെത്തിക്കും എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വണ്ടി കിട്ടുമോ? യാത്രക്കാരൻ അക്ഷമയോട് ചോദിച്ചു. അപ്പൊ അയാൾ എന്ത് ചോദിച്ചു? വണ്ടി കിട്ടുമോ എന്നാരും ചോദിച്ചു? അക്ഷമ എന്ന് പറഞ്ഞാൽ ക്ഷമയില്ലാതെ. പപ്പു ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. അയാൾ ശ്വാസം വിടാതെ ഓടുകയാണ്. അപ്പോൾ അയാൾ മറുപടി കൊടുത്തോടെ ഇല്ല, ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. വണ്ടി സ്റ്റേഷനിൽ എത്ര മിനിറ്റ് നിൽക്കും? പപ്പു അതിനുത്തരം പറഞ്ഞില്ല. അപ്പോൾ യാത്രക്കാരൻ വീണ്ടും ചോദിച്ചു, എന്താണ്? സ്റ്റേഷനിൽ എത്ര നേരം വണ്ടി നിൽക്കും? അപ്പോൾ അതിന് ഉത്തരം പറഞ്ഞോ പപ്പു? ഇല്ല. യാത്രക്കാരൻ്റെ അക്ഷമ വർദ്ധിച്ചു തുടങ്ങി. അപ്പോൾ ഈ യാത്രക്കാരൻ്റെ അക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷമയില്ലായ്മ. എന്താണ് അത്? വീണ്ടും ചോദിക്കാനുള്ള ഒരു ഇത്, അല്ലെങ്കിൽ ഇപ്പോൾ എത്തുമോ എന്ന് പറയുന്ന ആ ടെൻഷൻ അതിങ്ങനെ വർദ്ധിച്ചു തുടങ്ങി. വണ്ടി കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നിട്ട് എന്തു പറഞ്ഞു? വണ്ടി കിട്ടുമെന്ന് തോന്നുന്നില്ല. റിക്ഷ പെട്ടെന്ന് നിന്നു. പപ്പു യാത്രക്കാരൻ്റെ നേരെ തിരിഞ്ഞു. സാർ അവിടെ അടങ്ങിയിരിക്കണം സാറേ. പപ്പുവിൻ്റെ വാക്കിനെ അവിശ്വസിക്കുന്നത്, അയാളുടെ പ്രാപ്തിയെ ചോദ്യം ചെയ്യുന്നത് അയാൾക്ക് സഹിക്കാവതല്ല. അപ്പോൾ എന്താണ്? ഇത് കേട്ടപ്പോൾ ആര് നിർത്തി വണ്ടി? റിക്ഷ നിർത്തിയിട്ട് പപ്പു യാത്രക്കാരനോടായിട്ട് പറഞ്ഞു, എന്താണ്? ഒന്ന് അടങ്ങിയിരിക്കണം സാറേ എന്ന് പറഞ്ഞാൽ എന്താണ്? പപ്പു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? അത് നടത്തിക്കും എന്നുള്ള രീതിയിൽ. അതായത് പപ്പുവിൻ്റെ വാക്കിനെ അവിശ്വസിക്കുന്നത് അയാൾക്ക് സഹിക്കില്ല, അല്ലെങ്കിൽ അയാളുടെ കഴിവിനെ ചോദ്യം ചെയ്യുന്നത് അയാൾക്ക് സഹിക്കാനാവുന്ന കാര്യമല്ല. ആർക്കാണ്? പപ്പുവിന്. യാത്രക്കാരൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. പപ്പു കോപത്തോടെ വണ്ടി പിറകോട്ടൊന്ന് തള്ളിയിട്ട് മുന്നോട്ട് ആഞ്ഞൊരു വലി കൊടുത്തു. വണ്ടിയുടെ പിറകിൽ അയ്യോ എന്നൊരു വിളി. അടുത്തുകൂടി പോയവരും അയ്യോ എന്ന് ഏറ്റുപറഞ്ഞു. അകലെ നിന്നവർ ഓടി അടുക്കുന്നതും കണ്ടു. അയാൾ വണ്ടിയുടെ കൈ താഴെ വെച്ചിട്ട് പിറകിലേക്ക് ഓടിച്ചെന്നു. അപ്പോൾ എന്താണ് സംഭവം? അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് വണ്ടി എന്ത് ചെയ്തു? വണ്ടി ഒന്നും കൂടി പപ്പു എടുത്തു. എങ്ങനെയാണ്? വണ്ടി പിറകോട്ടൊന്ന് തള്ളിയിട്ട് മുന്നോട്ട് ആഞ്ഞൊരു വലി കൊടുത്തു അല്ലേ? അപ്പോഴാണ് പിറകിൽ നിന്ന് അയ്യോ എന്നൊരു വിളി കേട്ടത്. അപ്പോൾ ആൾക്കാരൊക്കെ ഓടിക്കൂടുകയും ചെയ്തു. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാമോ? ഒരു പെൺകുട്ടി ഓടയിൽ മലർന്നടിച്ചു കിടക്കുന്നു. അയാൾ പെട്ടെന്ന് കുട്ടിയെ വാരിയെടുത്തു. എന്താണ് സംഭവം? ഒരു പെൺകുട്ടി ഓടയിൽ മലർന്നടിച്ചു കിടക്കുന്നു പറഞ്ഞാൽ ഈ വണ്ടി തട്ടിയതായിരിക്കണം അല്ലേ? പെൺകുട്ടി ചുറ്റും പകച്ചു നോക്കി. എൻ്റെ അരിയെല്ലാം പോയി. അവൾ അയാളുടെ പിടിയിൽ നിന്നും പിടഞ്ഞിറങ്ങി. അപ്പോൾ അവൾക്ക് വീണതിലല്ലായിരുന്നു വിഷമം, അവളുടെ കൈവശമുണ്ടായിരുന്ന അരി തറയിൽ പോയി എന്നും പറഞ്ഞാണ് ആ പെൺകുട്ടി ചാടിക്കൂട്ടി എണീറ്റത്. ഒരു ചെറിയ കുട്ട അകലെ തെറിച്ചു കിടക്കുന്നുണ്ട്. അതിനരികിൽ കുറച്ചരിയും 3 മുളകും കഷ്ടിച്ചൊരു പിടി ഉപ്പും ചിതറിക്കിടക്കുന്നു. അപ്പോൾ കുറച്ചകലെ ഒരു കുട്ട, പണ്ടൊക്കെ ഈ കുട്ടയിലും വട്ടിയിലും ഒക്കെയാണ് സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കുട്ട അകലെ തെറിച്ച് കിടക്കുന്നുണ്ട്. അതിനരികിലായിട്ട് എന്താണ് ചിതറി കിടക്കുന്നത്? അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങളാണ്. എന്തൊക്കെയായിരുന്നു? അരി, 3 മുളക്. 3 മുളകെന്ന് പറഞ്ഞാൽ നമ്മുടെ വറ്റൽ മുളകല്ലേ അത്, പിന്നെ കഷ്ടിച്ചൊരു പിടി ഉപ്പും. ഇത് ഇത്രയുമാണ് ചിതറി കിടക്കുന്നത്. എൻ്റെ അരിയും ഉപ്പും മുളകും എല്ലാം പോയി. അപ്പോൾ ആ കുട്ടി എന്താണ് പറഞ്ഞത്? എൻ്റെ അരിയും ഉപ്പും മുളകും എല്ലാം പോയി. അവൾ കുട്ടയുടെ അടുക്കളയിലേക്ക് ഓടി. അങ്ങ് ചെല്ലുമ്പോഴേ അമ്മ എന്നെ തല്ലുമേ. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അരി തൂത്തു വരാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് വീണതിലൊന്നും യാതൊരു വിഷമവും ഇല്ലായിരുന്നു. ഈ അരിയും മുളകും ഉപ്പും ഒക്കെ ചിതറിപ്പോയതിലായിരുന്നു വിഷമം. എന്നിട്ട് എന്ത് പറഞ്ഞ് കരയാനും തുടങ്ങി? അമ്മ അങ്ങ് ചെല്ലുമ്പോൾ എന്നെ അടിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ അതെല്ലാം തൂത്തു വരാനായിട്ട് തുടങ്ങി. പപ്പു സ്തബ്ധനായി നിൽക്കുകയാണ്. സ്തബ്ധനായി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തംഭിച്ച് നിൽക്കുക. അതായത് എന്ത് ചെയ്യണം എന്നറിയാണ്ടൊക്കെ നമ്മൾ ചിലപ്പോൾ നിൽക്കൂലേ, ആ ഒരു ഇതാണ് പറയുന്നത്. എന്താണ്? സ്തബ്ധനായി നിൽക്കുകയാണ്. അപ്പോൾ ആരാണ് ഇങ്ങനെ നിൽക്കുന്നത്? പപ്പു. 10-18 മാസമായി അയാൾ റിക്ഷ വലിക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെയൊരു സംഭവം ആദ്യത്തേതാണ്. ഇപ്പോൾ ഫസ്റ്റ് ആക്സിഡൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? അപ്പോൾ 10-18 മാസമായിട്ട് ഈ റിക്ഷ കൊണ്ടുപോകാൻ തുടങ്ങിയതാണ്. പക്ഷേ ഇങ്ങനെ ഒരു അപകടം നടക്കുന്നത് ഇതാദ്യമാണ്. പെൺകുട്ടിയോടുള്ള സഹതാപം മാത്രമല്ല, റിക്ഷക്കാരൻ എന്ന നിലയിൽ അയാൾക്കുള്ള സൽപ്പേരിനും കളങ്കം തട്ടിയല്ലോ എന്നുള്ള കുണ്ഠിതം കൂടിയുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള ആ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ എന്താണ്? പെൺകുട്ടിയുടെ അരിയും സാധനങ്ങളും ഒക്കെ പോവുകയും ചെയ്തു. പിന്നെന്താണ്? ഇങ്ങനെ ഒരു അപകടം നടന്നതോടുകൂടി എന്താണ് അയാളുടെ സൽപ്പേരിന് വല്ല കളങ്കമോ എന്തെങ്കിലും കോട്ടം സംഭവിക്കുമോ എന്നുള്ള പേടിയും കൂടി ഉണ്ടായിരുന്നു. വണ്ടി ഇപ്പോൾ പോകും, യാത്രക്കാരൻ വിളിച്ചു പറഞ്ഞു. പപ്പു ഞെട്ടി ഉണർന്നു. യാത്രക്കാരനെ സ്റ്റേഷനിൽ എത്തിക്കണം, കുട്ടിയെ സമാധാനിപ്പിക്കുകയും വേണം. അയാൾ വിഷമിച്ചു. അയാൾ കുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അരി പോയതങ്ങ് പോട്ടെ, കുഞ്ഞു കരയാതെ, ഞാൻ മേടിച്ചു തരാം അരി.
വണ്ടി ഇപ്പോൾ പോകും എന്നാര് പറഞ്ഞിടേ. അപ്പോൾ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്താണ് യാത്രക്കാരൻ വിളിച്ചു പറഞ്ഞു, എന്താണ്, വണ്ടി ഇപ്പോൾ പോകും. പപ്പു ഞെട്ടി ഉണർന്നു. അപ്പോഴാണ് പപ്പുവിന് എന്താണ് ബോധം വന്നത് അല്ലേ. യാത്രക്കാരനെ സ്റ്റേഷനിൽ എത്തിക്കുകയും വേണം, കുട്ടിയെ സമാധാനിപ്പിക്കുകയും വേണം എന്ന് ആലോചിച്ചപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അയാൾ വിഷമിച്ചു. അയാൾ കുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്, അരി പോയതങ്ങ് പോട്ടെ, കുഞ്ഞ് കരയാതെ, ഞാൻ മേടിച്ചു തരാം അരി എന്ന് ആര് പറഞ്ഞു, പപ്പു പറഞ്ഞു. അത്താഴത്തിനുള്ളതാ, അമ്മ എന്നെ തല്ലും എന്നാരും പറഞ്ഞു, ആര് പറഞ്ഞിടേ, ആ പെൺകുട്ടി പറഞ്ഞു. കുഞ്ഞിനെ തല്ലത്തില്ല, അരിയും ഉപ്പും മുളകും എല്ലാം ഞാൻ മേടിച്ചു തരാം, കുഞ്ഞ് അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ ഇപ്പം വന്നേക്കാം. അപ്പോൾ കുഞ്ഞിനെ തല്ലത്തില്ല, ഇതെല്ലാം ആര് മേടിച്ചു തരാമെന്ന് പറഞ്ഞു, പപ്പു പറഞ്ഞു അല്ലേ. എന്നിട്ട് എങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു, അങ്ങോട്ട് മാറി നിൽക്കുക, എന്നിട്ട് ഞാൻ ഇപ്പം വരാമെന്ന് ആര് പറഞ്ഞു, പപ്പു പറഞ്ഞു. അയാൾ അവളെ റോഡിൻ്റെ അരികിലേക്ക് മാറ്റി നിർത്തിയിട്ട് വണ്ടിയും എടുത്തുകൊണ്ട് ഓട്ടം തുടങ്ങി. അപ്പോൾ ആ കൊച്ചിനെ എവിടെയാണ് നിർത്തിയത്, റോഡിൻ്റെ അരികിലോട്ട് മാറ്റി നിർത്തിയിട്ട് യാത്രക്കാരനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകാനുള്ള ഓട്ടം തുടങ്ങി.